തിരുവനന്തപുരത്ത് വർക്കല, പാപനാശം, ഇടവ, മാന്ത്ര, അഞ്ചുതെങ്ങ്, അയിരൂർ ഭാഗങ്ങളിലാണ് കണ്ടെയ്നറുകൾ എത്തിയത്. കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞത് വെളുത്ത തരികൾ ഉൾക്കൊള്ളുന്ന പാക്കറ്റുകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമലേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. കമലേഷ്, തിരുവനന്തപുരത്തും കണ്ടെയ്നറുകൾ വന്നടിഞ്ഞിരുന്നു. ഈ പ്ലാസ്റ്റിക് ഗ്രാനുകൾ പോലുള്ള വെളുത്ത തരികൾ ഉള്ള പാക്കറ്റുകളാണ് അടിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സംവിധാനങ്ങൾ എന്താണ്? മനു, തിരുവനന്തപുരത്ത് പ്രധാനമായും ഈ അഞ്ചുതെങ്ങ്, ഒന്നാം പാലം, അതുപോലെ തന്നെ മാന്ത്ര, പാപനാശം, തുമ്പ കടപ്പുറങ്ങളിലാണ് ഈ തീരത്താണ് ഈ പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകൾ വന്ന് അടിഞ്ഞിട്ടുള്ളത്. ചിലയിടങ്ങളിൽ 3-4 കണ്ടെയ്നറുകളും അടിഞ്ഞിട്ടുണ്ട്. കണ്ടെയ്നറുകൾ പിടിച്ച് തീരത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പക്ഷേ അതിന് കഴിഞ്ഞിട്ടില്ല. ഈ അഞ്ചുതെങ്ങ് തീരത്തെത്തിയിട്ടുള്ള കണ്ടെയ്നറുകൾ 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അവ ഒഴുകി തെക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ തഹസീൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ തീരത്തെത്തിയിട്ടുണ്ട്. അവർ ഈ കടലിലെ വെള്ളത്തിൻ്റെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകളാണ് തീരത്താകെ ചിതറിക്കിടക്കുന്നത്. പാക്കറ്റുകളിലായി തന്നെ ചിലത് കിടക്കുന്നുണ്ട്. ഇവ ലീനിയർ ലോ ഡെൻസിറ്റി പോളി എത്തിലീനുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. അങ്ങനെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവ പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകൾ രൂപത്തിലാണ്. ഇവ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, അതുപോലെ തന്നെ ഷൂ, മറ്റ് സിറിഞ്ച് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിലവിൽ ഈ തിരുവനന്തപുരത്തെ തീരത്ത് അടിഞ്ഞിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ അങ്ങനെ അപകടകാരികളായ സാധനങ്ങളല്ല എന്നുള്ളതാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാബ നസീമുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും തിരുവനന്തപുരത്ത് അടിഞ്ഞിരിക്കുന്ന വസ്തുക്കൾ അപകടകരമായ സാന്നിധ്യമുള്ളതല്ല എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, എല്ലായിടത്തും അപകടകരമായ വസ്തുക്കൾ നിലവിൽ അടിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഈ പ്ലാസ്റ്റിക് ഗ്രാനുകളുകളും മറ്റുമാണ് പലയിടങ്ങളിലും അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഏതായാലും ആശങ്കകൾ ഒഴിവാകട്ടെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത്.